ഈ ഭീകരവാദം അടക്കമുള്ള വിഷയങ്ങളിൽ MBSൻ്റെ മുഹമ്മദ് ബിൻ സൽമാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം കുറെ കൂടി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. ആ കാര്യത്തിൽ സഹകരണവും ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ ഊർജിതമാക്കുന്നു എന്ന സ്ഥിതിയുണ്ട്. മറ്റൊന്ന്, ഈ വ്യാപാര പങ്കാളിത്തം എന്ന് പറയുന്നത് അത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് 2030 എണ്ണയെ പൂർണ്ണമായി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറി അത് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു വിശാലമായ വൈവിധ്യത്തോടെയുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായി അത് മാറണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യ നൽകുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ സങ്കല്പം, ഇന്ത്യയുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ, ഇന്ത്യ വികസിത് ഭാരത് എന്നുള്ള ഇന്ത്യയുടെ ഒരു പദ്ധതിയുമായി അത് യോജിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് പരസ്പരം സഹകരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, അവിടെ വനിതാ ശാക്തീകരണം എന്നത് മുമ്പൊരിക്കലും ഇല്ലാത്തതിനേക്കാൾ വേഗത്തിൽ സൗദിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ പ്രധാനമന്ത്രി അവിടെ ശ്ലാഘിച്ചിട്ടുണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങളെ ആ നിലയ്ക്ക് ഇന്ത്യ ശ്ലാഘിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരസ്പരം സഹകരണത്തിലൂടെ ഏറെ മുന്നേറാവുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല, ഈ കണക്ക് ചെറുതല്ലല്ലോ സനീഷ്. ഈ 26 ലക്ഷത്തിന് മേൽ ഇന്ത്യക്കാർ ആ ഒരു രാജ്യത്ത് മാത്രം, സൗദി അറേബ്യയിൽ മാത്രം ജോലി ചെയ്തു. മാത്രമല്ല, വളരെ വിപുലമായ വളർച്ചാ സാധ്യത. അതായത് പണ്ട് ദുബായിലോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ബിസിനസ്സിൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വളർച്ചാ സാധ്യത ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ള ഒരു ചിന്ത പോലുമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയി GCC കൺട്രീസിൽ മറ്റ് പല രാജ്യങ്ങളിലും ജോലി ചെയ്തിരുന്ന ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ സൗദി അറേബ്യയിൽ നടക്കുന്ന ഈ വികസന പ്രക്രിയയോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നു എന്നുള്ളതുകൊണ്ട് പിന്നെ ഈ റിന്യൂവബിൾ എനർജി അടക്കമുള്ള വിഷയങ്ങൾ ഇന്ത്യക്ക് ഏറെ സഹകരിക്കാവുന്ന സാധ്യതയുണ്ട്. ഇന്ത്യക്കും ഗുണപരമായ സാധ്യതകൾ അവിടെയുണ്ട്. അതുകൊണ്ട് ഈ സ്വീകരണം അടക്കം ഇപ്പോൾ ഒരു കാര്യം കൂടി പറയും. നരേന്ദ്രമോദിക്ക് ഈ മൻമോഹൻ സിംഗിന് മുമ്പ് കൊടുത്ത മട്ടിൽ ഈ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ ഓർഡർ ഓഫ് അബ്ദുൽ അസീസ് കൊടുത്തിരുന്നു നേരത്തെ 2016 തന്നെ കൊടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ നിലയ്ക്ക് ഉള്ള സഹകരണവും പിന്നെ ഇവർക്കിടയിലുള്ള ഒരു പരസ്പര ബന്ധവും അതും പറയണമല്ലോ. ഇപ്പം നരേന്ദ്രമോദിയും മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധവും ഇതിൽ പ്രധാനമാണ്.